ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആർട്ട് ലൈൻ്റെ ഡ്രോയിങ് പെൻസിലിൻ്റെ റിവ്യൂ ആണ് നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ നമ്മൾ നേരത്തെ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് ലാഗിങ്ങും പ്രോബ്ലംസും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ ഒന്നുകൂടി എടുക്കുന്നത്. പിന്നെ ആ വീഡിയോ കാണണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം, ഒന്ന് പോയി കണ്ടേക്ക്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. അത് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മളിന്ന് എടുത്തിരിക്കുന്ന സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആർട്ട് ലൈൻ്റെ ഡ്രോയിങ് പെൻസിലാണ്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു 6 പെൻസിലാണ് ഇതിനകത്ത് ഉള്ളതെന്നാണ് തോന്നുന്നത്. HB, 2B, 4B, 6B, 8B, 10B ഇത്രയും പെൻസിൽസാണ് ഇതിനകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ആർട്ട് ലൈൻ്റെ ഒരു പെൻസിൽ സെറ്റാണ്. മാളുകളിലോ അല്ലെങ്കിൽ സ്റ്റേഷനറി കടകളിലോ ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു പെൻസിൽ സെറ്റ് തന്നെയാണിത്. നമുക്കിതപ്പോൾ നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞില്ലോ അല്ലേ, ഇതിൻ്റെ പ്രൈസ് 70 രൂപയാണ് ഈ പെൻസിൽ സെറ്റിൻ്റെ വില എന്ന് പറയുന്നത്. കുഴപ്പമില്ല, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ്. ഡ്രോയിങ് പെൻസിൽസ് ഡ്രോയിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു പെൻസിൽ തന്നെയാണിത്. അപ്പോൾ നമുക്കതിൻ്റെ പെൻസിൽസ് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ക്വാളിറ്റി അങ്ങനെയൊക്കെ ബേസ് നമുക്ക് ഒന്ന് കമ്പയർ അല്ലെങ്കിൽ ഒന്ന് നോക്കാം. നമുക്ക് ഇതാണ് നമ്മുടെ പെൻസിൽ സെറ്റ്. ഇതിൻ്റെ അൺബോക്സിംഗ് ഒക്കെ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് നാളുകൾക്ക് മുമ്പുള്ള വീഡിയോയാണ്. അപ്പോൾ അത് കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഒന്നും കൂടി ഒന്ന് പോയി കണ്ടേക്ക്. ഇതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞു 6 ഷെയ്ഡ്സ് ഓഫ് പെൻസിൽസാണ് നമുക്കിതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. HB, 2B, 4B, 6B, 8B ആൻഡ് 10B ഈ 6 പെൻസിൽസാണ് നമുക്ക് ഈ സെറ്റിനകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 70 രൂപയാണ്. ഇത് ഞാൻ കുറച്ച് നാൾ ഉപയോഗിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് പടമൊക്കെ വരച്ച് നോക്കിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, നല്ല പെൻസിലൊക്കെയാണ്. എനിക്ക് നോക്കിയിട്ട് ബാക്കിയുള്ള പെൻസിൽസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു ക്വാളിറ്റി ബേസ് ആണെങ്കിലും നല്ലൊരു പ്രൈസ് ബേസ് ആണെങ്കിലും നമുക്ക് നല്ലൊരു പെൻസിൽ തന്നെയാണ്. നമുക്കപ്പോൾ പെൻസിൽസിനെ രണ്ടായിട്ട് വേണമെങ്കിൽ കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് ലൈറ്റായിട്ടുള്ള പെൻസിലും പിന്നെ ഹാർഡായിട്ടുള്ള പെൻസിൽസും. ഇതിലപ്പോൾ ക്ലാസിഫിക്കേഷൻ വരുന്നത് എന്ന് പറഞ്ഞാൽ പെൻസിലുകളിൽ ക്ലാസിഫിക്കേഷൻ വരുന്നത് HB, 2B, 4B, 6B, 8B, 10B അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷനും പിന്നെ ലൈറ്റായിട്ടുള്ളതിന് H, 2H, 3H, 4H അങ്ങനെ ലൈറ്റായിട്ടുള്ള കാറ്റഗറിയാണ് ഈ പെൻസിൽസ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഈ HB പെൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ലൈറ്റ് ആയതുകൊണ്ട് അത് ഔട്ട്ലൈനൊക്കെ ഇടാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനാണ് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ലൈറ്റായിട്ടുള്ള ഷെയ്ഡ്സ് കൊണ്ട് വേണമല്ലോ നമ്മൾ ഔട്ട്ലൈൻ ഇടാനായിട്ട്. അപ്പോൾ നമുക്കിനി അടുത്ത പെൻസിൽ നമുക്ക് നോക്കേണ്ടത് 2B പെൻസിലാണ്. ഈ സെറ്റ്സിൽ 6 പെൻസിലാണ് ഈ നമ്മുടെ ആർട്ട് ലൈൻ്റെ ഈ സെറ്റിൽ നമുക്ക് കിട്ടുന്നത്. ഈ 2B പെൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ പോർട്രേറ്റിലൊക്കെ ലൈറ്റായിട്ടുള്ള ഷെയ്ഡ്സ് ഒക്കെ വരില്ലേ, എന്ന് വെച്ചാൽ പ്യുവർ വൈറ്റ് അല്ലാത്ത ഷെയ്ഡ്സ് ഒക്കെ വരുന്നതിനാണ് നമ്മൾ ഈ 2B പെൻസിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്ത നമുക്ക് നോക്കേണ്ട പെൻസിൽ എന്ന് പറയുന്നത് 4B പെൻസിലാണ്. 4B പെൻസിലും ഈ പറഞ്ഞ പോലെ തന്നെ ഷെയ്ഡിങ്ങിൽ തന്നെയാണ് വരുന്നത്. 2Bനേക്കാളും കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള ഷെയ്ഡ്സിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഡയറക്റ്റായിട്ട് സൺലൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് ഫോൾ ചെയ്യാത്ത കുറച്ച് ഡാർക്കായിട്ടുള്ള ഇതൊക്കെ ഉണ്ടാവില്ലേ, അവിടെയൊക്കെ ഷെയ്ഡ് ചെയ്യുന്നതാണ് 4B പെൻസിൽ. അടുത്ത നമുക്ക് നോക്കേണ്ടത് 6B ആണ്. നിങ്ങൾ ചിലരെങ്കിലുമൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഈ പെൻസിൽ കൊണ്ടൊക്കെ വരച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്താണെന്ന്. നമ്മുടെ സാധാ പെൻസിൽ കൊണ്ട് വരച്ചാലും ഇങ്ങനത്തെ ഷെയ്ഡ്സൊക്കെ കിട്ടില്ലെന്ന്. അതിന് നിങ്ങൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ 2 പിക്ചേഴ്സ് വരച്ചിട്ടുണ്ട്. ഒന്ന് നമ്മുടെ സാധാ പെൻസിൽ കൊണ്ട് വരച്ചതും അല്ലാതെ നല്ല ഡ്രോയിങ് പെൻസിൽ കൊണ്ട് വരച്ച പിക്ചറും ആണ് ഇപ്പം നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. ഇതിൻ്റെ രണ്ടിനും ഡിഫറൻസ് നിങ്ങൾക്ക്
കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ചിലർക്കെങ്കിലുമൊക്കെ വിഷമം ഉണ്ടാകും, എത്ര വരച്ചിട്ടും നന്നാകുന്നില്ല, എത്ര വരച്ചിട്ടും റിയലിസ്റ്റിക്കായിട്ട് വരയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നൊക്കെ. അതിന് പ്രധാനപ്പെട്ട ഒരു കുഴപ്പം എന്ന് പറയുന്നത് പെൻസിലിൻ്റെ തന്നെ ആയിരിക്കും. നമുക്കിപ്പോൾ എത്ര നന്നായി വരയ്ക്കാൻ അറിയാമെന്ന് പറഞ്ഞാലും പെൻസിൽ വലിയൊരു ഘടകം തന്നെയാണ് ഇതിൽ. ഷെയ്ഡിങ്സിലൊക്കെ നന്നായിട്ട് ഷെയ്ഡിങ്ങൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് ഏറ്റവും നല്ല ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള പടമൊക്കെ നമുക്ക് വരയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ 6B നോക്കി, ഇനിയിപ്പോൾ നമുക്ക് 8B കൂടെ നോക്കാം. എയ്റ്റ് ബിയും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഷെയ്ഡിങ്ങിൽ തന്നെയാണ് അത് യൂസ് ചെയ്യുന്നത്. കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള ഇതിനകത്താണ്. പക്ഷേ ഈ ആർട്ട് ലൈൻ്റെ ഈ സെറ്റിൽ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6Bക്കും 8Bക്കും വെച്ച് നോക്കുമ്പോൾ 8Bക്കാണ് ഷെയ്ഡ് കുറവ്. 6Bക്ക് കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള ഷെയ്ഡാണ് കിട്ടുന്നത്. ഇനിയിപ്പോൾ നമുക്ക് 10B അവസാനമായിട്ട് നമുക്ക് 10Bയും കൂടി ഒന്ന് നോക്കാം. ടെൻ ബി നല്ല ഡാർക്കായിട്ടുള്ള പെൻസിൽ തന്നെയാണ്. ബാക്കിയുള്ളതിനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഡാർക്കായിട്ടുള്ള 10B ആണ്. ഇത് എവിടെ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയ്ഡിങ്ങിൽ തന്നെയാണ്. ഷെയ്ഡിങ്ങിൽ നമ്മുടെ ഹെയർ, ഐബ്രോസ് അങ്ങനെയൊക്കെ വരയ്ക്കാനായിട്ടാണ് നമ്മൾ ഈ 10B പെൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതിൽ വെച്ച് നോക്കുമ്പോൾ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാവുന്ന, നമുക്ക് ഇങ്ങനെ ഷെയ്ഡിൽ വേരിയേഷൻസ് ഉണ്ടാവുമല്ലോ, ഫീൽ ചെയ്യുന്നത് 10Bയിൽ ഫീൽ ചെയ്യുന്നുണ്ട്, 6ൽ ഫീൽ ചെയ്യുന്നുണ്ട്, 4, 2 അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് 8B പെൻസിൽ മാത്രം ഷെയ്ഡിൽ വലിയ വ്യത്യാസം വരുന്നില്ല. പിന്നെ നമ്മൾ പ്രൈസ് റേഞ്ച് കൂടെ നോക്കണമല്ലോ. അപ്പോൾ ഈ പ്രൈസ് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു പെൻസിൽ ആർട്ട് ലൈൻ്റെ തന്നെയാണെന്നാണ് ഞാൻ പറയുകയുള്ളൂ. കാരണം ഞാൻ വേറെ 2-3 പെൻസിൽസൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. വെച്ചതിൽ എനിക്ക് നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടിയത് ഈ ആർട്ട് ലൈൻ്റെ പെൻസിൽ ഉപയോഗിച്ചപ്പോഴാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ആർട്ട് ലൈൻ്റെ തന്നെ ഒരു ഡ്രോയിങ് പെൻസിലിൻ്റെ അല്ല, കളർ പെൻസിലിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. റിവ്യൂയും അൺബോക്സിങ്ങുമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നതുമാണ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ നിങ്ങൾ മറക്കരുത്. കാരണം ഓരോ കമൻറ്റിലൂടെയാണ് എനിക്ക് മനസ്സിലാവുള്ളൂ എന്താണ് ഇനിയിപ്പോൾ അടുത്തത്, ഞാൻ എന്താണ് ഇമ്പ്രൂവ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ അടുത്ത വീഡിയോ ഞാൻ എന്താണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് എനിക്ക് മനസ്സിലാവണം. നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്തും കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവർ മാത്രം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ആയിരിക്കും ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. കൂടുതലും ക്രിയേറ്റിവിറ്റിക്കാണ് ഈ ചാനൽ പ്രാധാന്യം നൽകുന്നത്. ആർട്ട്, ഡ്രോയിങ് വർക്കും ഡ്രോയിങ്ങും പെയിൻറ്റിങ്ങും പിന്നെ ക്രാഫ്റ്റും ഒക്കെ ആയിരിക്കും ഈ ചാനലിലൂടെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.